ഇനി മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ അന്വേഷണ സംഘത്തിന് പരാതി നൽകി നടി മിന്നു മുനീർ. 7 പേർക്കുമെതിരെ പ്രത്യേകമായാണ് പരാതി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ തുടക്കത്തിൽ ഒറ്റ പരാതിയായി ഡ്രാഫ്റ്റ് ചെയ്തു, പക്ഷെ പിന്നീട് അത് വെവ്വേറെ പരാതികളായി നൽകണം എന്ന ഉപദേശത്തെ തുടർന്ന് അത്തരത്തിലേക്ക് ചെയ്യും എന്നതാണ് അറിഞ്ഞത്. ഇപ്പോൾ അത് ഇമെയിലായി അയച്ചിട്ടുണ്ട് എന്ന് ആണോ? അനുജ, പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 7 പരാതികളായി ആണ് നൽകിയിരിക്കുന്നത്. നടൻ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു എന്നിവരാണ് ഈ സിനിമാ മേഖലയിലെ നടന്മാർ. ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. മറ്റാളുകൾ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനാണ്, അതായത് കോൺഗ്രസിന്റെ ലോയേഴ്സ് വിഭാഗം അധ്യക്ഷനാണ് അദ്ദേഹം. മറ്റ് 2 പേർ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്, നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് പരാതി. അങ്ങനെ 7 പേർക്കെതിരെ പ്രത്യേകമായാണ് പരാതികൾ നൽകിയിരിക്കുന്നത്. ഓരോരുത്തരും എവിടെ വെച്ച് എന്തെല്ലാമാണ് തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയത് അക്കാര്യങ്ങൾ വിശദീകരിച്ചുള്ള പരാതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇന്നലെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥ മിന്നുവിനെ ബന്ധപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ കൂടി പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഒറ്റ പരാതിയായി ആദ്യം അയച്ചെങ്കിലും അത് പോരാ, 7 പേർക്കുമെതിരെ സെപ്പറേറ്റ് ആയി പരാതികൾ അയക്കാൻ ആവശ്യപ്പെട്ടത്. അതിൽ പ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ വിച്ചു എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, അത് അയാൾക്കെതിരെ നിലവിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകിക്കൊണ്ടാണ് പരാതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചില മെസ്സേജുകൾ അടക്കം, ചില വോയിസ് നോട്ടുകൾ അടക്കം കഴിഞ്ഞ ദിവസം ഇയാൾ ഈ മിന്നുവിന് അയച്ചിരുന്നു. അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് റൂറൽ പോലീസിൽ പരാതി കൈമാറുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. ഇനി അവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ഈ പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഉണ്ടായ പോലീസ് സ്റ്റേഷനിലേക്ക് കേസുകൾ മാറ്റി നിൽക്കുക. ഈ സ്റ്റേഷൻ പരിധികളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ FIR എടുക്കും. അന്വേഷണം നടത്തുക പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും. മിന്നുവിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരായി പറയുന്ന ആളുകളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. കൂടുതൽ പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ പരാതി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, വിഷ്ണു, ഇതിലിപ്പോൾ 7 പേർക്കെതിരെയുള്ള പരാതിയിൽ അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പല ഘട്ടങ്ങളിലായി നടന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇപ്പോൾ വിച്ചുവിന്റെ കാര്യത്തിൽ ചില തെളിവുകളുണ്ട് എന്ന് പറയുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നതാണ് മിന്നുവിന്റെ പ്രതീക്ഷ? അനുജ, വർഷം ഒരു പ്രതിസന്ധിയായി ഈ പരാതിയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ കേസിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതികളൊക്കെ വരുമ്പോൾ വർഷങ്ങൾ എത്ര പിന്നിട്ടാലും പിന്നീട് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിലെല്ലാം നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്കിപ്പുറമാണ് അതിൽ ഫ്രാങ്കോ മുളക്കലിനെതിരെ കേസ് ഒരു പരാതി വരികയും പിന്നെ അതൊരു കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തത്. സമാനമായ രീതി ഇവിടെയും അവലംബിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പരമാവധി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. അന്നത്തെ ഡീറ്റെയിലുകളൊക്കെ എടുക്കേണ്ടി വരും. അന്ന് ഡിജിറ്റൽ തെളിവിൻ്റെ ഒരു ലഭ്യതക്കുറവൊക്കെ ഉറപ്പായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതൊക്കെ മറികടക്കാനാകുമെന്ന് തന്നെയാണ് മിന്നു പ്രതീക്ഷിക്കുന്നത്. ഒപ്പം താൻ ഈ മൊഴിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക അവർക്കില്ല. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പൂർണ്ണ പിന്തുണ തനിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഇന്നലെ മിന്നുവിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ആദ്യഘട്ടങ്ങളിൽ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. ഇനി ആരെല്ലാം എന്നൊരു ചോദ്യം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇടവേള ബാബുവിനെതിരെ, അതോടൊപ്പം ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെ എല്ലാം തുടർച്ചയായ ആരോപണങ്ങൾ മിന്നു ഉന്നയിച്ചത്. ഇടവേള ബാബു അമ്മയുടെ മെമ്പർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. മുകേഷ് നാടകമേ ഉലകം എന്ന സിനിമയിൽ വെച്ച് താൻ താമസിക്കുന്ന മുറിയിലേക്ക് അതിക്രമിച്ചു കയറി തന്നെ കടന്നു പിടിച്ചു എന്ന് ആരോപിച്ചു. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ആ സെറ്റിലായിരുന്നു തനിക്ക് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അതിക്രമം നേരിട്ടതെന്നവർ പറയുന്നു. ഡാദടിയ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മണിയമ്പിള്ള രാജു തന്നോട് മോശമായി പെരുമാറിയെന്നവർ പറയുന്നു. അക്കാര്യം തൻ്റെ സഹപ്രവർത്തകയായ ഗായത്രിയോട് വ്യക്തമാക്കിയിരുന്നു എന്ന് മിന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഗായത്രിയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഇപ്പോൾ സാക്ഷിമൊഴി ഉള്ളിടത്താണെങ്കിൽ അങ്ങനെ, കൂടാതെ ഇപ്പോൾ ഈ പറയുന്ന ആരോപണ വിധേയരുടെ സ്ഥാനത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് സംഘം വളരെ വേഗം തന്നെ കടക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ വിഷ്ണു? കാരണം ഇത് നടന്ന സ്ഥലത്തേക്ക് കേസ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇത് പരാതി കൈമാറി കഴിയുമ്പോൾ അവിടെ അത് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടി വേഗത്തിലുണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാം.
ഉറപ്പായും തുടർ നടപടി വേഗത്തിൽ ഉണ്ടാകും. അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ അത്തരത്തിൽ കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം രഞ്ജിത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെ വരുന്ന ആരോപണ ഘട്ടത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് രഞ്ജിത്തിനെതിരെ പരാതി വരുന്നത്. ഇന്നലെ രാവിലെയാണ് രാത്രിയോടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കണ്ടു. അതിന് സമാനമായ നടപടി ഈ കേസിലും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് അന്വേഷണ സംഘത്തിന് നടി മിനു മുനീർ പരാതി നൽകിയത്. അതിനുശേഷം അവർ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി. 7 പേർക്കും എതിരായിട്ടുള്ള പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. അവിടുന്ന് 7-അംഗ സംഘത്തിൽ നിന്ന് IPS ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന ഇമെയിൽ IDയിൽ ഒന്ന് DIGക്കും മാഡത്തിനും ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു, കംപ്ലയിൻറ്റ് അയച്ചു കഴിഞ്ഞു. പിന്നെ എനിക്കതിൻ്റെ കോപ്പി അയക്കാൻ പറ്റത്തില്ല. കാരണം എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറഞ്ഞിരുന്നേ. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കോൺഫിഡൻഷ്യലായിട്ടിരിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് കോപ്പി തരാൻ സാധിക്കുകയില്ല. എന്തായാലും കംപ്ലയിൻറ്റ് പരാതി അയച്ചു കഴിഞ്ഞു. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകി എന്നതാണ് മിനു മുനി പറഞ്ഞത്. 7 പേർക്കുമെതിരെ വെവ്വേറെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ ആവശ്യപ്രകാരമാണ് അത്തരമൊരു നടപടി എന്നുള്ളതാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.